പശുവിന് വരുന്ന രോഗങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. പശുവിനെ എങ്ങനെ കറക്കണം എന്നറിയില്ല. പിന്നെ ആടിനെ എങ്ങനെ, പക്ഷെ ആടിനെ ഞാൻ കറന്നു. അങ്ങനെ സുഹൃത്ത് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി അവന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞൂടെങ്കിൽ ഇപ്പൊ ശരത്ത് പോത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ചേച്ചി മുറയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പഠിച്ചതാണ്. ആ ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ഒരു പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ, അല്ലാതെ ഞാൻ ഇറങ്ങില്ല. എനിക്ക് പേടിയാ. കാരണം എന്താ അറിയോ, നമ്മുടെ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണം. അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. ഒരാൾ വന്ന് ഇതിങ്ങനെയാണ് മുറയാണെന്ന് പറഞ്ഞ് തന്നാൽ നമുക്കത് മുറയാണെന്ന് മനസ്സിലാക്കണം. ആ മുറ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ സുജിത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ പോയി. ഫുൾ പുല്ല് മാത്രമേ ഉള്ളൂ, ഈ തീറ്റപ്പുല്ലെന്ന് പറയുന്ന സാധനമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫാമിംഗ് ആണ്. അപ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ കൂടെ വന്നു. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യും, പണിക്കാരെ കിട്ടില്ല കോവിഡ് സമയത്ത്, ഒന്നും ചെയ്യില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ആൾക്കാരെ കണ്ടെത്തി. 2-3 ജോലിക്കാർ മാറി, ഒരു ഹിന്ദിക്കാരൻ വന്നു. അങ്ങനെ വേണ്ട വൻ വിഷയങ്ങളായിരുന്നു. ആദ്യം ചെയ്തത് തന്നെ കുറേ ഭാഗങ്ങൾ വെട്ടി നിരത്തി. ഒരു തൊഴുത്തും ഒരു പണി തീരാത്ത ഒരു 2 നില കെട്ടിടം, വെറും കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കംപ്ലീറ്റ് വെട്ടി മാറ്റി, ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി, കുറച്ച് ഭാഗങ്ങൾ മാത്രം പുല്ല് നിർത്തി, അങ്ങനെ വഴി ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിന് സത്യം പറഞ്ഞാൽ സുജിത്ത് കട്ടക്ക് നിന്ന് അത് ചെയ്തു കേട്ടോ. ഭയങ്കര എഫേർട്ട് ഇട്ടാണ് അത് ചെയ്തത്. ജോലിക്കാര് നിപ്പിനൊക്കെ പോവും. ഒരാഴ്ചയെ കഴിഞ്ഞ പിന്നെ ജോലിക്കാർ. ആ ഒരാഴ്ച ഞാൻ തൊഴുത്ത് കഴുകി, പശുവിനെ കുളിപ്പിച്ചു, പോത്തിനെ കുളിപ്പിച്ചു, ആടിനെ കറന്നു. അങ്ങനെ കോഴിക്കൂട്ടിനകത്ത് കയറി കോഴി തീറ്റ എല്ലാം ഞാൻ ചെയ്തിരുന്നു. സുജിത്ത് പുല്ല് വെട്ടാൻ പോവും, പുല്ല് കൊണ്ട് നിന്നിട്ടും പുല്ല് അരിഞ്ഞേ കൊടുക്കുള്ളൂ. മുറ ബ്രീഡ്സിന് അങ്ങനെ മുറ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർ കൂടുതലും ബിയർ വേസ്റ്റുകൾ, പിന്നെ ചോളം, അതിൻ്റെ കോണിൻ്റെ ഉണങ്ങിയ ഇല, അത് അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം പച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ അരിഞ്ഞാൽ കൊടുക്കുക. ആദ്യം കട്ട് ചെയ്യായിരുന്നു, കുത്തിയിരുന്ന് കട്ട് ചെയ്യായിരുന്നു. ഞാനും സുജിത്തും മാറി കട്ട് ചെയ്യായിരുന്നു. പിന്നെ കട്ടിങ് മെഷീൻ വാങ്ങി അതിങ്ങനെ ഇട്ട് കൊടുത്താൽ പറഞ്ഞങ്ങ് പോകും. ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞപ്പം പിന്നെ കോവിഡൊക്കെ മാറി, തിരക്കൊക്കെ മാറി, സുജിത്ത് തിരക്കായി, ഫീൽഡിൽ പിന്നെയും തിരക്കായപ്പോഴത്തേക്കും പിന്നെ ഞാനായിരുന്നു ഫുൾ കൺട്രോൾ. അതാണ് സുജിത്ത് സ്റ്റാർട്ട് ചെയ്തു തന്നു, പിന്നെ അത് കംപ്ലീറ്റ് കൊണ്ടുപോയത് ഞാൻ തന്നെയായിരുന്നു. കാരണം അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആ ഒരു സ്ഥാപനം നോക്കിയില്ലെങ്കിൽ അത് താഴെ പോകും. നമ്മൾ കൂടെ നിൽക്കണം. അത് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പിള്ളാസ് ഫാം എന്ന് പറഞ്ഞൊരു ലേബൽ ഉണ്ടാക്കിയെടുക്കാം, ഒരു ഫേം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഫേം എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാം, ഒരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ്. പോത്തുണ്ടായിരുന്നു. കോവിഡ് മാറിയപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഏറ്റവും നമുക്ക് റിസ്ക് കുറഞ്ഞത് പോത്താണെന്ന് തോന്നി. കാരണം പശുവിനൊക്കെ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതൽ. ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ. ഒരു വയലും വീടും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മഞ്ജു പിള്ള സംസാരിക്കുന്നു. വയലും വീടും പരിപാടി. പശുവിന് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കുളമ്പ് രോഗം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, മരണം സംഭവിക്കാം. ആടിനും അതെ, തണുപ്പ് അധികം പറ്റില്ല. ആടിൻ്റെ കൂടെ എപ്പോഴും ഒരു തട്ടിലായിരിക്കും നിൽക്കുക. താഴെ ഉണ്ടാവും, താഴെ ആവുമ്പോൾ കൂടുതലും ഈ മൂത്രമൊക്കെ കിടന്ന് തണുപ്പ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫാമിലൊക്കെ ചെയ്യുന്നത് തട്ടടിച്ചിട്ട് അതിന്റെ മുകളിൽ നിർത്തുമായിരിക്കും ചെയ്യും. അപ്പൊ അതെ, അപ്പൊ അതിന് എന്നിട്ട് കാഷ്ടം കോരി, അത് വളമാണല്ലോ, അതിന്റെ ആടിന്റെ കാട്ടം എന്നല്ലേ പറയുക, അത് ഇത് കോരി അത് വളമാക്കി ഉണക്കി പൊടിച്ചെടുത്ത് പച്ചക്കറിക്ക് ഇടുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്തിരുന്നു. ആ കോവിഡ് സമയത്ത് ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേഗം പോയി. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോഴും അത് അപ്പോഴേക്കും പിള്ളാസ് ഫാം കുറച്ച് ലേബലിലായി അത്. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു. സോ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലാഭങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഈ നിമിഷം വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിൽ നിന്നുള്ള വരുമാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിൽ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു തുണി പോലും എടുത്തിട്ടില്ല. അതെനിക്ക് വളരെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. കാരണം അവിടെ ജോലിക്കാർക്ക് കൊടുക്കണം, ഇതിൻ്റെ മെയിൻ്റെനൻസിന് കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കൂടെ മാനേജർ
എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ട്ണർ പോലെ ഒരു പയ്യൻ ഉണ്ട് ഇപ്പോൾ, നിതിൻ എന്ന് പറഞ്ഞിട്ട്. അവനാണ് ഇപ്പോൾ കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വേഗം പോയി അവനാണ് പറഞ്ഞത്, ചേച്ചി നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. കാരണം അതൊന്നും മന്ദഗതിയിലായാലും, കാരണം അവൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അവൻ ടെക്കിയാണ്. അപ്പം അവനും ഓഫീസിൽ പോകണം. രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ ഞങ്ങളിപ്പം ഒരു ജോലിക്കാരനെയും വേറൊരു മാനേജറെയും വെച്ചിട്ടുണ്ട്. അവരാണ് സെയിലൊക്കെ നോക്കുന്നത്. ഞങ്ങൾ ഇറക്കി വിൽക്കുകയാണ്. ഹരിയാനയിൽ നിന്ന് മുറാബറീറ്റ്സിനെ ഇറക്കും. ഞാൻ ബാക്കിയെല്ലാം നിർത്തി കേട്ടോ. ഞാനിപ്പം പോത്ത് മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പ്രഗ്നൻ്റ് ആയ ആടുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രശ്നമാണ്, പ്രഷറാണ് ഈ സംഭവങ്ങളൊക്കെ. പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, നാടൻ പട്ടികളുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ലൈഫാണത്, രസമാണത്. അടിപൊളിയാണ്. ചേച്ചി ഇതിനപ്പുറത്ത് 40s കഴിഞ്ഞ സ്ത്രീകളെന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടെ അറിവുണ്ട്, മനസ്സിലാക്കി ജീവിതത്തെക്കുറിച്ച്. ഇനി എത്ര ദൂരം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജാണ്. ആ സ്റ്റേജിനകത്ത് നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സ്പേസുകൾ നമ്മളപ്പോൾ ആൾക്കാരെ കയറ്റി വിടില്ല. ഇവിടം വരെ വന്നാൽ മതി, നമ്മളായിട്ട് നിൽക്കുമെന്ന് പറയില്ലേ, ആ സ്പേസിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതൊരു പ്രോസസ്സല്ലേ, അത് നമ്മളൊരു തിരിച്ചറിവല്ലേ. ഇവിടെ നമ്മൾ മാത്രം ആണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് വേറെ ആരെയും അവിടെ കയറ്റിയാൽ പ്രശ്നമാവും എന്നുള്ളൊരു സ്പേസ് ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു എനർജിയും കൊണ്ട് ഉണ്ടാവില്ലേ ചേച്ചിക്ക്? അതിനെ കുറിച്ച് പറയൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒറ്റയ്ക്കിരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകും, ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകും, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും. ഒരു 3 ദിവസം ഇരുന്നാലും എനിക്ക് വലിയ ബോറടിയൊന്നും ഉണ്ടത്തില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് പലരും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, കാർത്തിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പോവും, അതിനിപ്പം എന്താ, നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ. അവരുടെ ഇഷ്ടങ്ങൾ ആരും കെയർ ചെയ്യണ്ട, അവരുടെ കാര്യം ഇവരുടെ ഇഷ്ടം നോക്കണ്ട, നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മുടെ ഒരു ഇതിൽ പോവാന്നുള്ളതാണ്. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ മകളുമായിട്ടോ അവളോട്ട് പോകാൻ അവൾ വരാറില്ല. കാരണം അവളുടെ ഇൻട്രസ്റ്റേ വേറെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവളിങ്ങനെ പറയും, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറയും. അപ്പം പിന്നെ അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന, എൻ്റെ ഏത് സമയത്തും എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ അവകാശം കൊടുത്തിട്ടുള്ള ഒരു 7-8 പേര്. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരെയും ഞാൻ ഒരുപോലെയാണ്. ഇന്നയാളെന്നൊന്നും. അത് തീരെ സാമ്പത്തികമായി കുറഞ്ഞവരായിക്കോട്ടെ ഉയർന്നവരായിക്കോട്ടെ എല്ലാം നമുക്ക് അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന ആൾക്കൊന്നൊന്നുമില്ല. മഞ്ജുപിള്ളയ്ക്ക് മാത്രമല്ല, രജനീഷിനും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. മനസ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന കുറച്ച് ബന്ധം, മെയിൻലി ഫാമിലി അല്ലാതെ ആണെങ്കിൽ പോലും ഒരു 3-4 പേര് നമുക്കുണ്ടാവും. ഇപ്പോഴത്തെ നിങ്ങളുടെ ഡിസ്കഷൻസ്, നിങ്ങളുടെ ഗ്രൂപ്പിലെ സ്ത്രീകളുടെ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും. അതിനകത്ത് കുറച്ചുകൂടെ കംഫർട്ട്നെസ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര രസമായിട്ടായിരിക്കും സംസാരിക്കുക. ആ ഒരു സന്തോഷം ഉണ്ടാവും. തുറന്നു പറച്ചിലുകളുടെ കൗണ്ടറുകളുടെ ഒരു സന്തോഷമില്ലേ, ഭയങ്കര രസമല്ലേ? എനർജിയാണ്, സന്തോഷമല്ല, അതൊരു എനർജിയാണ്.